ഹലോ, വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീകളായ നമ്മുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി കിച്ചണിൽ കയറുന്നവരുടെ നമ്മുടെ പിച്ചാത്തി നന്നായിരിക്കണമെന്ന് അല്ലേ, നല്ല മൂർച്ചയുള്ളതായിരിക്കണമെന്ന്. ഇന്നലെ ഞങ്ങൾ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഞങ്ങൾക്കൊരു സാധനം കിട്ടിയത് നൈഫ് ഷാർപ്പനർ സാഗര എന്ന് പറഞ്ഞ ഒരെണ്ണം. അത് ഞാനൊന്ന് പൊട്ടിക്കട്ടെ. നല്ലതായിരുന്നു കേട്ടോ. ഞാനത് വെച്ച് ഇത് ഉപയോഗിച്ച് നോക്കി. ഇതേപോലെ ഇരിക്കും. ഒറ്റേ സമയം തന്നെ രണ്ട് സൈഡും നമുക്ക് നല്ല മൂർച്ച കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. സാഗര എന്ന് പറഞ്ഞത് ഇതാ അതിൻ്റെ പാക്കറ്റ് ഉണ്ടോ, മറു സൈഡ് നോക്കി. നൈഫ് ഷാർപ്പനർ കാണാമോ, ഉണ്ടോ? അതിപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ഹോളുണ്ട് കണ്ടോ, ഇവിടെയും ഹോളുണ്ട്. നമുക്ക് നല്ല പ്രതലത്ത് നമുക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഫിറ്റ് ചെയ്തില്ല, അവിടെ ഇവിടെയൊക്കെ ഒന്ന് മാറ്റി വെക്കണമെങ്കിലോ എന്ന് വിചാരിച്ചു. നമ്മളിത് ഇപ്പോൾ നല്ല കട്ടിയുള്ള പ്രതലത്ത് വെക്കുക, നമ്മുടെ പിച്ചാത്തി എടുക്കുക. സ്റ്റീൽ പിച്ചാത്തിയും മറ്റേ പിച്ചാത്തിയും എല്ലാം നല്ലതായിട്ട് നമുക്കത് മൂർച്ചെടുക്കാനായിട്ട് സാധിക്കും. നല്ല ബലം പ്രയോഗിച്ച് ഒരേപോലെ മുമ്പോട്ടും പുറകോട്ടും ഒരു 2-3 വട്ടം ചെയ്താൽ മതി. നമുക്ക് അന്നുള്ള മൂർച്ചയ്ക്കുള്ള പിച്ചാത്തി റെഡിയായിട്ട് നമുക്ക് നോക്കണേ. ഒന്ന് പ്രസ് ചെയ്തോണം, അല്ലെങ്കിൽ അവിടെ ഫിറ്റ് ചെയ്ത് വെക്കണം. ആണി എവിടെ നമുക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉപയോഗം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സൈഡും നമുക്ക് ഒരേപോലെ മൂർച്ചയാക്കി എടുക്കും. മറ്റേതാണെങ്കിൽ നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ ആക്കി പിന്നെ തിരി സൈഡ് ഇങ്ങനെ ആക്കണ്ടേ, അതൊന്നും വേണ്ടതാണ്. നല്ല മൂർച്ചയായി അടുത്തെടുക്കട്ടെ. അല്ല, ഒന്ന് പ്രസ് ചെയ്തോണം. നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇങ്ങനെ അടുപ്പിച്ച്. മറ്റേത് നമ്മൾ സ്റ്റീലായിരുന്നു. ഇനി ഈ പിച്ചാത്തി ഒന്ന് റെഡിയാക്കി എടുക്കുന്ന നോക്കണേ. അമർത്തി പിടിച്ചോണം, അല്ലെങ്കിൽ ഫിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ നല്ല മൂർച്ചയായിരുന്നു. നമുക്ക് ഡെയിലി യൂസിന് വേണ്ടി ഇത് വളരെ നല്ലതാണ്. നമ്മൾ രാഗാനൊക്കെ കൊടുത്താൽ അവർ ഇവിടെ എല്ലാം അങ്ങ് രാഗി വെളുപ്പിച്ച് തരും. പക്ഷേ ഇവിടെ നമുക്ക് മൂർച്ച കാണില്ല. ഇതാകുമ്പോൾ താണ്ടെ നമുക്ക് ആ മൂർച്ച വേണ്ട സ്ഥലത്ത് മാത്രം റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഡെയിലി യൂസിന് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഷാർപ്പനർ. അതല്ലെന്നുണ്ടെങ്കിൽ സാൻഡ് പേപ്പർ വെച്ച് പിടിച്ച് നമുക്കിത് അതറിയാമോ നിങ്ങൾക്ക്? സാൻഡ് പേപ്പർ വെച്ച് ആവശ്യമുള്ള ഭാഗം മുറിച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ വെച്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അമർത്തി പിടിക്കാൻ മതി. അങ്ങനെയും നമുക്ക് മൂർച്ച കൂട്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്ന പറഞ്ഞാൽ ഇവിടെയും കൂടെ ക്ലീനായി വരും. നിങ്ങളോടൊത്ത് പരിചയപ്പെടുത്തിയത് പിച്ചാത്തിക്ക് മൂർച്ച കൂടി നമ്മുടെ ഡെയിലി യൂസിന് വേണ്ടി പിച്ചാത്തി മൂർച്ചയാക്കി എടുത്തുകൊണ്ട് നമ്മുടെ കിച്ചണിൽ സന്തോഷം എടുക്കുവാനായിട്ട് പറ്റിയ ഒരു ഷാർപ്പനർ സാഗരയുടെ ഈ നൈഫ് ഷാർപ്പനർ. ചെറിയൊരു സാധനമാണ്, ഹോളുണ്ട്, നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് ശരിക്കൊന്ന് പ്രസ് ചെയ്തിട്ട് 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി. നമുക്ക് ഡെയിലി യൂസിന് നമ്മുടെ പിച്ചാത്തി മൂർച്ചയുള്ളതാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. ഇനി ഇതേപോലെ നല്ലൊരു റെസിപ്പിയോ നമ്മുടെ കിച്ചൺ സഹായമോ ടിപ്സ് ആൻഡ് ട്രിക്സോ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് കടന്നു. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.